എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കൃഷ്ണമോള് അലീനയ്ക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് അതെല്ലാം ഉണ്ടാക്കി അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് അലീന കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് മനു ഇങ്ങനെ അലീനയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോള് നോക്കിയിട്ട് പറയുന്നുണ്ട്, മനുവേട്ടനാണ് വിളിക്കുന്നത്. ചേച്ചീനെ ഇവിടുന്ന് പോലീസ് കൊണ്ടുപോയ ശേഷം മനുവേട്ടൻ ഇതിലേക്ക് 4-5 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 തവണ ഞാൻ എടുത്തിട്ട് ചേച്ചി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ പറയാന്ന് പറയും. അങ്ങനെ പിന്നെ അലീന മനുവിൻ്റെ കോൾ എടുക്കും. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, രേവതിക്കുട്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിന്നെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അവൾ പറഞ്ഞപ്പോഴാണ് ഞാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ DYSP നേരിട്ട് വന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിട്ടയച്ചതെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്കിളിൻ്റെ ആൻറ്റിയുടെയും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ കുറച്ച് ഇതിലിടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനുവിനോട് പറയുന്നുണ്ടായിരുന്നേ. എന്നിട്ട് മനുവിനോട് ചോദിക്കും, മനുവേട്ടൻ എപ്പോഴാണ് എന്നെ ഇങ്ങനെ പോലീസ് കൊണ്ടുപോയി കാര്യം അറിഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ അത് കൃഷ്ണമോളെ എന്നെ അപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മനു പറയും. എനിക്ക് നിന്നെ എങ്ങനെ അവിടെ സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരെയൊക്കെ ചീത്ത പറഞ്ഞിട്ട് ഇറക്കി കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സാധാരണ സിനിമയും അതുപോലെ തന്നെ ഒന്നുമല്ലല്ലോ, ജീവിതമല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, കൈതയ്ക്കൽ നിന്ന് ആരും വന്നില്ലല്ലോ അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്കിളൊന്നും വന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വരാൻ പറ്റും, ലീവ് ആയി കിട്ടണം, അതുപോലെ തന്നെ ടിക്കറ്റും എല്ലാം റെഡി ആവണ്ടേ, പിന്നെ നമ്മളെ കൊണ്ടൊന്നും ഒന്ന് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ലല്ലോ, നമ്മളെ കൂടെ ഒരു ഈച്ച പോലും നിൽക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മനു. പിന്നെ അലീനയാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, രോഹിത്തിന് ഞാൻ എത്ര തവണ വാണിംഗ് കൊടുത്തതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കണ്ടോ എന്ന് ചോദിക്കും മനു. ആ കണ്ടു, എല്ലാവരും ലോക്കപ്പിലാണ്, അതുപോലെ തന്നെ ഇടിച്ച് ശരിയാക്കി വെച്ചിരിക്കുകയാണ്, 2 പേരുടെയും ഭാവി പോയി മനുവേട്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നീട് മനുവിനെ ആശ്വസിപ്പിക്കണമല്ലോ. അപ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറയല്ലാതെ എന്ത് പറയാനാന്ന് ഇങ്ങനെ അലീനയും പറയുന്ന സമയത്ത് ഒന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് മനു പിന്നെ കോള് കട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് സങ്കടം കണ്ടിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു, എന്ത് ചെയ്തിട്ടാ പാവം എന്നിങ്ങനെ പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ഗ്രേസമ്മേനെയും മാമച്ചനെയൊക്കെയാണ് കാണിക്കുന്നത്. ജോബിച്ചനും മീരയും പോവാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പോയാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മീരയ്ക്ക് എന്നാണ് കേട്ടോ പറയുന്നത്. രാത്രി അവൾക്ക് എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, രാവിലെ എണീക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുരിശിൻ്റെ വൈഫ് പറയുന്നുണ്ടായിരുന്നു, അത് 2 കൊച്ചുങ്ങളൊക്കെ ആകുമ്പോൾ ആ ശീലമൊക്കെ അങ്ങ് മാറ്റേണ്ടി വരും എന്ന് പറയട്ടെ. എന്തായാലും പിന്നീട് മീര ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് മീര ഫ്രഷ് ആയിട്ട് വരിക. അങ്ങനെ അവർ പോവും. പിന്നീട് മാമച്ചനും പോകാനായിട്ടൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരിശൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് പോകണ്ട എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്ക് നാളെ ക്ലാസ് ഉണ്ട്, പോവാതിരിക്കാൻ പറ്റില്ല എന്നാട്ടോ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ജോബിച്ചനെ അവരങ്ങ് യാത്രയാക്കാനായിട്ട് പോവും കുരിച്ചനും വൈഫും. അപ്പോൾ നമുക്ക് ഇറങ്ങണ്ടേന്ന് ചോദിക്കും കേട്ടോ. രേവതിക്കുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മളെപ്പോഴാണ് പോകുന്നതെന്ന്. ഇപ്പം തന്നെ പോയേക്കാന്ന് അറിയും കേട്ടോ. അപ്പോൾ മാമച്ചൻ ഗ്രസ്മനോട് പറയുന്നുണ്ടായിരുന്നു, പൈനാപ്പിൾ വാങ്ങിച്ചോണേന്ന്. അപ്പോൾ രേവതിക്കുട്ടി കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ പൈനാപ്പിളും പാക്ക് ചെയ്തിട്ട് വേണമല്ലേ പോകാൻ, എന്നാ ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ്. ഗോവർദ്ധനാണെങ്കിലും ആ സോഫയിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഐസിയുൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ നല്ല ഉറക്കമായിരിക്കും. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഒരു പെട്ടിക്കടയിൽ നിന്ന് 2 പത്രമൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ പെട്ടിക്കടക്കാരൻ പറയുന്നുണ്ടായിരുന്നു, നല്ല ചൂടുള്ള വാർത്തയാണ് എന്ന് പറയും കേട്ടോ. എന്നിട്ട് 4 പേര് ഒരു പെൺകുട്ടീനെ ചേർന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ് ന്യൂസായിട്ടുള്ളത്. അപ്പോൾ ചൂട് വാർത്തയുടെ കൂടെ ചൂട് ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ വേണ്ടാന്ന് പറയും കേട്ടോ. 2 പത്രത്തിന് എത്രയായി എന്ന് വെച്ചിട്ട് അതിൻ്റെ കാശൊക്കെ കൊടുത്തിട്ട് അങ്ങ് പത്രമൊക്കെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ 4 പേരുടെ ഫോട്ടോ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട് കേട്ടോ. രോഹിത്തിൻ്റെയും ഹരിയുടെയും ബാക്കി 2 പേരുടെയും. അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ നെടുമ്പുരക്കിലും പത്രം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അലീന അത് എടുക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അലീന പത്രം എടുത്ത് നോക്കുമ്പോൾ തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ ഇവരുടെ 4 പേരുടെയും ഫോട്ടോ ആണ് കാണുന്നത്. അപ്പോൾ പത്രമൊക്കെ വായിച്ചു കഴിഞ്ഞ് അലീനയാണെങ്കിലും അകത്തേക്ക് അങ്ങ് കയറി ചെല്ലും കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഇത്ര രാവിലെ എണീറ്റോ, ഇന്നലെ പാതിരാത്രിക്കല്ലേ കിടന്നത് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അലീനയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അലീന ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ പത്രം ഇങ്ങനെ കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ടുമുണ്ട്, ഇങ്ങനെ താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. കൃഷ്ണമോള് അലീനയുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ പത്രം കാണാനുണ്ട്. അപ്പോൾ ആ പത്രം അങ്ങ് വാങ്ങിക്കും കേട്ടോ അലീനയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് അലീനയാണെങ്കിലും പിന്നെ അവിടെ നിന്ന് സോഫയിൽ ചെന്നിരിക്കുകയെ, കൃഷ്ണമോളാണെങ്കിലും ആ പത്രം വായിക്കുകയാണ്. അപ്പോൾ ഇവരുടെ 4 പേരുടെയും ഇങ്ങനെ ഫോട്ടോ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നീട് വാർത്തയെല്ലാം വായിക്കുന്നുണ്ടായിരുന്നു. 4 പേരും കൂടെ ഒരു പെൺകുട്ടീനെ കൊണ്ടുപോയി പീഡിപ്പിച്ച കാര്യം എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. രോഹിത്തിനെ കുറിച്ചും ഹരിനെ കുറിച്ചൊക്കെ നല്ല വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. രോഹിത് ബാലേന്ദ്രൻ ഇലക്ട്രിക് എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളടക്കം എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുൻപ് അലീനേനെ ജ്യൂസിൽ ഇങ്ങനെ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അലീന അതിൽ നിന്ന് സ്വന്തം വയറ്റിൽ കത്രിക കുത്തിക്കയറ്റിയാണ് രക്ഷപ്പെട്ടതെന്നുള്ള കാര്യങ്ങളും പിന്നീട് ആ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആൾ, രോഹിത്തിൻ്റെ അച്ഛൻ, ഇങ്ങനെ അലീനയ്ക്ക് ഇങ്ങനെ ചെക്ക് എഴുതി കൊടുത്തിട്ടാണ് ആ കേസ്
കേസ് ഒതുക്കി തീർത്ത് എന്നുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്കാണെങ്കിലും ഇതെല്ലാം വായിച്ചിട്ട് ആകെ സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചേച്ചി ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കൂ കേട്ടോ. എന്നിട്ട് ആ പത്രം കൊണ്ട് അലീനയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് പാലായിലുള്ള എല്ലാവരും വായിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കൂ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇനി എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ. നമ്മുടെ സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും എല്ലാം പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് കരയാണ്. അലീനയും നല്ല സങ്കടത്തിലാണ് കേട്ടോ. അലീനയും പൊട്ടിക്കരയുന്നുണ്ട്. എന്നാലും കൃഷ്ണമോളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മോൾക്ക് ചേച്ചിയില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണമോളാണെങ്കിലും കരഞ്ഞുകൊണ്ട് അലീനയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുകയാണ് കേട്ടോ. അലീനയ്ക്കും നല്ല സങ്കടമുണ്ട്. പക്ഷേ കൃഷ്ണമോളുടെ സങ്കടം കൂടെ കണ്ടിട്ട് എന്തായാലും അവളെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനൊക്കെ അലീന മറന്നിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അലീനയാണെങ്കിലും. അലീനയ്ക്കും നല്ല സങ്കടമുണ്ട് കേട്ടോ. നന്നായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. കൃഷ്ണമോളാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് അലീനയുടെ തോളത്തേക്ക് ചാരിയും അതുപോലെ തന്നെ മടിയിൽ കിടന്നും ഒക്കെ ഉള്ള സങ്കടം അങ്ങ് കരഞ്ഞു തീർക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഗേറ്റിന് പുറത്ത് കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട് കേട്ടോ. നാട്ടുകാർ മൊത്തം കൂടിയിട്ടുണ്ട്. അപ്പോൾ പത്രത്തിൽ ഇതാണല്ലോ ന്യൂസ് ഉള്ളത്. അപ്പോൾ അവരും ആ ന്യൂസ് എല്ലാം അവിടെ നിന്നിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അലീനേനെ മയക്കുമരുന്ന് കൊടുത്ത് ഇങ്ങനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളും അലീന ഇങ്ങനെ വയറ്റിൽ കത്രിക കുത്തി കയറ്റിയ കാര്യങ്ങളും അതുപോലെ തന്നെ ആ കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് പണം കൊടുത്ത കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ അത് അവർ വായിക്കുന്നത്. അങ്ങനെ അത് വായിച്ചിട്ട് ഇങ്ങനെ അവരെന്നെ പറയുന്നുണ്ടായിരുന്നു, ആ ചെറുക്കൻ നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ലാന്ന്. പിന്നീട് അലീനയാണെങ്കിലും പണം വാങ്ങിച്ചിട്ട് അവൾക്ക് അവിടെ നിന്ന് പോയാൽ പോരെ, എന്തിനാ വീണ്ടും അവിടെ തന്നെ നിന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശമ്പളം കൂട്ടി കൊടുത്ത് കാണും, അതായിരിക്കും അവൾ ഇവിടെ തന്നെ നിൽക്കണം. എന്തായാലും അവൾ സ്വന്തം വയറ്റിൽ കത്രിക കുത്തി കയറ്റി അത് തടഞ്ഞല്ലോ, എന്തായാലും ധൈര്യം സമ്മതിക്കണം എന്ന് നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ന്യൂസെല്ലാം വായിച്ചിട്ട്. പിന്നീട് അതിലൊരുത്തൻ ഗേറ്റിൻ്റെ പുറത്ത് കയറി നിന്നിട്ട്, ഇറങ്ങി വാടാ ഇങ്ങോട്ട്, ഇവനെ ഒന്ന് വെടിവെച്ച് കൊല്ലാൻ ആരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വീടിന് നേർക്ക് ഇങ്ങനെ ഓരോരോ കമ്പും കല്ലും ഒക്കെ എടുത്ത് എറിയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ ഓടി ചെന്ന് അലീനയോട് ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അലീന ഓടി വരുമ്പോഴും ജനലിൻ്റെ ചില്ലൊക്കെ പൊട്ടിയിട്ട് അകത്തേക്ക് കല്ലും ഒക്കെ തന്നെ വീഴുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈജയന്തിൻ്റെ അടുത്തേക്ക് ആളുകൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയാണോ മക്കളെ വളർത്തി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വാർത്തയെല്ലാം വൈജയന്തി അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്